ക്ഷീണിച്ചും മടുത്തു നിൽക്കുന്ന ഒത്തിരി പേരെ നോക്കിയാണ് ഇന്നത്തെ ദൂതകർത്താവ് സംസാരിക്കുന്നത്. നന്നായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള, സത്യത്തിൽ വളരെ ഊർജ്ജസ്വലരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു നിമിഷത്തിൽ ഒന്നിനും ഒരു മൂടില്ലാതെ എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു ക്ഷീണം തട്ടി അങ്ങ് ഇരുന്നു പോകുന്നൊരവസ്ഥ. എന്നാൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മനസ്സതിലേക്കൊന്നും വരാതെ എവിടെയോ ഒരിടത്ത് അതിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും ഒരു താല്പര്യം തോന്നുന്നില്ല. ഒരു പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണാനോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനോ, നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നവരുടെ കൂട്ടത്തിൽ പോലും പോയിരുന്ന മിണ്ടാനൊരു മൂടില്ലാതെ, കുടുംബസ്ഥരാണെങ്കിൽ ഒരു സെക്ഷൽ ലൈഫിലേക്ക് പോലും താല്പര്യമില്ലാതെ ആകമാനമൊന്ന് ബ്ലാങ്കായിപ്പോയി എവിടെയോ പെട്ടെന്നൊരു ദിവസം ജീവിതത്തിലെല്ലാം അങ്ങ് പണി മുടക്കുന്നത് പോലെ ആയിപ്പോകുന്നൊരു മാനസിക ശാരീരിക അവസ്ഥ. ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ, അകാരണമായി ജീവിതത്തിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതിന് വിധേയപ്പെട്ട് നിൽക്കുന്നൊരു സമയത്താണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഇന്നത്തെ ദൂത് നിങ്ങളോടുള്ളതാണ്. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെ കാര്യങ്ങളുടെ ഉത്തരം ചെയ്യാൻ പോലും നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കില്ലെന്നുള്ളതാണ്. അതായത് സമ്മർദ്ദം നിറഞ്ഞ ഒരു റെസ്റ്റിംഗ് സിറ്റുവേഷനിലേക്ക് നമ്മുടെ മൈൻഡ് ഇങ്ങനെ പോവുകയാണ്. അതിനൊന്നും ചെയ്യാൻ താല്പര്യമില്ല, ഒരിടത്ത് മാറിയിരിക്കണമെന്നോ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, അത് വെറുതെ ഇരിക്കുക എന്ന നിലയിലേക്ക് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ മനസ്സിനെയും ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ വ്യക്തിത്വം എത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊരു വലിയ ഭീകരമായ ബന്ധനമാണോ? ഇതെനിക്ക് നേരെ ആരെങ്കിലും ഏതെങ്കിലും ആഭിചാരങ്ങൾ ചെയ്യുന്നതിനാലാണോ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അപകടാവസ്ഥ നേരിടാൻ പോകുന്നതിൻ്റെ സൂചനയാണോ എന്നൊക്കെയുള്ള ഭയം നമ്മളിൽ പലർക്കും ഉണ്ടാകാം. സ്വാഭാവികമായും ഞാൻ മുൻപ് പറഞ്ഞ സാഹചര്യങ്ങളുടെ പലതിൻ്റെയും സൂചനയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ അത് വരുമ്പോൾ അത് ഒന്നിലധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, നമുക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഇത്തരം മാനസികാവസ്ഥകൾ പെട്ടെന്നൊരു സമയത്ത് വന്ന് ഒരു ഉറക്കം കഴിയുമ്പോൾ അത് നേരെയാകേണ്ടതാണ്. എന്നിട്ടും നേരെയാകാതെ അടുത്ത ദിവസവും അത് കണ്ടിന്യൂ ചെയ്യുന്നു, പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെ കുറേ ദിവസങ്ങൾ ആ ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ ഗൗരവമായിട്ട് കാണണം. എന്നാൽ അങ്ങനെയല്ല, എനിക്കിപ്പോൾ മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത്, ഫസ്റ്റ് ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഇടയ്ക്കൊക്കെ മാത്രമേ വിധേയപ്പെടാറുള്ളൂ എന്നൊരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് കേൾക്കുക. നേരെ മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഹൃദയം തുറക്കാവുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കണം. അല്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഒന്ന് ഹാക്ക് ചെയ്യാൻ തയ്യാറാകണം. അതായത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യണം. മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ശരീരത്തെ ആക്കിക്കൊണ്ട് നിങ്ങൾ മനസ്സിനെ ഉണർത്തിയെടുക്കാൻ തയ്യാറാകണം. അവിടെയും പറ്റുന്നില്ലെങ്കിൽ കൃത്യമായിട്ടും മാനസിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരല്പം സമയം സ്പെൻഡ് ചെയ്യാൻ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനുകളിൽ പലതിൻ്റെയും പുറകിൽ പൈശാചികതയാണോ എന്നുള്ള ഒരു തോന്നൽ എല്ലാവരുടെ മുമ്പിലുമുണ്ട്. എന്നാൽ ഇതൊരു പൈശാചികതയല്ല എന്ന് ഞാൻ തീർത്തു പറയട്ടെ. സാധാരണമായിരിക്കുന്ന ആക്രമണങ്ങളുടെ ഭാഗമായി ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കാരണം. നിങ്ങൾ പുറകോട്ട് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ നിൽക്കുന്ന സെയിം മേഖലയിൽ നിങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നെപ്പോലെയാണ് മറ്റൊരാൾ, അവരും ഇങ്ങനെയാണ്. നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു ജീവിതത്തിൻ്റെ നിലവാരത്തിൽ നിങ്ങൾക്ക് തത്തുല്യമായിട്ട് നിലകൊള്ളുന്ന മറ്റൊരാളെ നിങ്ങൾ കണ്ടതിനാൽ അവരുടെ ജീവിതത്തിൽ ഒരു നേട്ടം കയറി വരുന്നത് കണ്ടപ്പോൾ എനിക്കതുപോലെ ആകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള പെട്ടെന്നുണ്ടായ ഒരു ഷോക്കാണ് നിങ്ങളുടെ മൈൻഡിനെ ഇങ്ങനെ ആക്കിയിരിക്കുന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് അസൂയയാണോ എന്നെല്ലാവരും ചോദിക്കും. ഇതൊരു അസൂയയല്ല. അസൂയയ്ക്ക് ഈ സ്വഭാവം തന്നെയാണെങ്കിൽ ഇതൊരു അസൂയയല്ല. പകരം രക്ഷപ്പെടണമെന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ അദമ്യമായ ആഗ്രഹം, ഉയരണമെന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ വലിയ വാഞ്ച, ആ വാഞ്ച ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ അത്രയും എഫേർട്ടൊന്നും എടുക്കാത്ത വേറെ ഒരാൾക്ക് പൊടുന്നനവേ ഒരു സക്സസ് ഉണ്ടാകുന്നത് കണ്ടപ്പം ഞാനും അതുപോലെ ആയിത്തീരേണ്ട ഒരാളാണല്ലോ, എനിക്കതാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഹൃദയത്തിൻ്റെ ഒരു നിരാശാബോധത്തിൽ
എവിടെയൊക്കെയോ നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടാകുന്ന ഒരു സങ്കടമാണ് നമ്മുടെ മൈൻഡിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയെ പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വെളിയിൽ വരാൻ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു മാനസികാവസ്ഥയിലെ ഈ ഒരു മുരടൻ അനുഭവം നമ്മളെ വ്യക്തമായിട്ട് സഹായിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ നിലകളെയും അറിയുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, പരിശ്രമിക്കുന്നു എന്നൊക്കെയുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും സക്സസ് എപ്പോഴും ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. നമ്മളെപ്പോലെ മറ്റൊരാൾക്കും ഉയരണമെന്നുള്ള ആഗ്രഹം അവർക്കുമുണ്ട്. ആ അവസ്ഥ ദൈവം അവർക്ക് നൽകുമ്പോൾ നമ്മളത് കണ്ട് സങ്കടപ്പെടേണ്ടതായിട്ടില്ല. എന്നെയും കർത്താവ് ഉയർത്തും, എൻ്റെ ജീവിതത്തിൽ നല്ലത് വരാൻ പോകുന്നു, അവർക്ക് ഉയരാൻ കഴിഞ്ഞെങ്കിൽ ദൈവം എന്നെ ഉയർത്തും. സിമ്പിളായിട്ട് തന്നെ അങ്ങ് അംഗീകരിക്കുക. എന്നിട്ട് മനഃപൂർവ്വമായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് വേദന സൃഷ്ടിച്ച ആ ചിന്ത, കാഴ്ച, നമ്മൾ ആരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ താരതമ്യം ചെയ്തോ ആ വ്യക്തികളിൽ നിന്നും നമുക്കുണ്ടായ മാനസിക സമ്മർദ്ദങ്ങൾ, പരിച്ഛേദം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകളഞ്ഞുകൊണ്ട് അവരുടെ വിജയത്തെ അംഗീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹൃദയത്തോട് പറയുക, ഒരു മനുഷ്യനെന്ന നിലയിൽ എൻ്റെ ഒരു ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ സന്തോഷങ്ങളോടും സ്നേഹത്തോടും കൂടെ ഞാൻ അവരുടെ വിജയത്തെ അംഗീകരിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നമ്മൾ അവരെ ബ്ലസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു അന്തർശിഥിലമായി കിടക്കുന്ന ആ ഒരു സ്റ്റക്കായ അവസ്ഥയ്ക്ക് പൊടുന്നനവെ ഒരു മാറ്റം വരുന്നത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാറ്റം പലർക്കും സ്വയം ഇങ്ങനെ ഹീൽ ചെയ്തെടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവർ വളരെ ക്രൂരരായി മാറും. നിങ്ങൾ ഒരിക്കലും ഒരു ക്രൂരതയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ വഴിപിഴപ്പിക്കാൻ അനുവദിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നത്. എങ്ങനെയാണ് ക്രൂരമായിട്ട് പെരുമാറുന്നത്? ഒപ്പമുള്ളവരോട് വല്ലാത്ത ദേഷ്യം തോന്നും, സങ്കടം തോന്നും, നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ വല്ലാതെ പൊട്ടിത്തെറിച്ചെന്ന് വരും. അവിടം കൊണ്ടും തീർന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ നാശത്തിനായിട്ട് നമ്മൾ ആരുടെ ഉയർച്ച കണ്ടാണോ സങ്കടപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് കാര്യമാണോ നമ്മുടെ മനസ്സിനെ അസ്വാരസ്യപ്പെടുത്തുന്നത്, ആ വിഷയത്തിൽ അവർക്ക് തകർച്ചകൾ ഉണ്ടാകാൻ തക്കവിധം നമ്മുടെ മനസ്സിൽ ശാപങ്ങളും എതിർ പ്രാർത്ഥനകളും കറുത്ത ചിന്തകളുമെല്ലാം ഉടലെടുക്കുകയും തെറ്റായ പല പ്രവണതകൾക്കും അത് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഒരു റിവെഞ്ചിലേക്ക് പോകാം, അവർക്ക് നേരെ ആഭിചാരം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത് നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിച്ചേക്കാം. ദുഷ്ടത, ശപഥങ്ങൾ, ഏത് വിധേനയും ഒരു ഉലച്ചിൽ അവർക്കുണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് ഒരാഹ്ലാദം വരുന്ന നിലയിൽ നേരെ മറിച്ച് നല്ല കാര്യങ്ങളിൽ സന്തോഷിക്കേണ്ടതിന് പകരം നമ്മുടെ മനസ്സ് നമ്മുടെ ഓപ്പോണൻ്റായിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഉലച്ചിലുകളുടെ പേരിൽ ആഹ്ലാദിക്കുന്നൊരു തലത്തിലേക്ക് നമ്മുടെ മനസ്സ് അതപ്പതിച്ചു പോകും. നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണ് കൊണ്ട് നമ്മൾ ചാണകം കോരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതുപോലെയാണ് നല്ലതിനായിട്ട് ഉപയോഗിക്കേണ്ട നമ്മുടെ സമയത്തെ, നമ്മുടെ എനർജിയെ, നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ ഓപ്പർച്യൂണിറ്റികളെ നമ്മളൊരു കെട്ട കാര്യത്തിനായിട്ട് ഒരിക്കലും നമ്മൾ അതപ്പതിക്കുന്ന നിലയിൽ ദുരുപയോഗപ്പെടുത്തരുത്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു മാനസിക സമ്മർദ്ദവും ഈ ഒരു അവസ്ഥയും അതൊരിക്കലും നിങ്ങളുടെ ഒരു പോരായ്മയല്ല. പകരം നിങ്ങൾ വിജയത്തിനായിട്ടും വളർച്ചയ്ക്കായിട്ടും അഭിവൃദ്ധിക്കായിട്ടും ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നിലയിലേക്ക് എത്തിപ്പെടാൻ പലപ്പോഴും കഴിയാതെ പോയതിൻ്റെ ഒരു ആത്മസങ്കടമാണ്. ഈ സങ്കടത്തെ നമ്മൾ മറ്റു പലരുടെയും വളർച്ച കാണുമ്പോൾ, പുരോഗതി കാണുമ്പോൾ നമുക്കതിൻ്റെ ആഘാതം കൂടാൻ സാധ്യത സ്വാഭാവികമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഘാതത്തിന് നമ്മളെ തന്നെ കൂടുതൽ ഇരയാക്കാതെ ഇപ്പോൾ തന്നെ ജീവിതത്തെ യേശുവിൻ്റെ സന്നിധിയിൽ ഹീൽ ചെയ്യണം. എങ്ങനെ നമുക്കിതിനകത്തുനിന്ന് ഇനി പുറത്തു വരാം? പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ തന്നെ അനുഗ്രഹിക്കുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ്. എന്താണ് ഈ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ബൈബിൾ പറയുന്നു, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു. നമ്മൾ വളർച്ച പ്രാപിക്കുന്ന നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന നിലയോളം നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ തലത്തിലേക്ക് എത്തിപ്പെട്ട ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു മാനസിക വേദനയിൽ നിന്നുകൊണ്ട് അവരെ ശപിക്കാതെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ഇനി നീ ഉയരട്ടെ എന്ന നിലയിൽ മനഃപൂർവ്വമായിട്ട് അവരിലേക്ക് നിർബന്ധപൂർവം ഒരു അനുഗ്രഹത്തെ നമ്മൾ അയക്കുമ്പോൾ നമ്മളും ആ പദവിയിലേക്ക് സ്വാഭാവികമായിട്ടും ഉയർത്തപ്പെടുന്ന ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെ വൈബിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ അങ്ങനെ മനഃപൂർവ്വമായിട്ട് ഒരു 10 ദിവസം ചെയ്താൽ തന്നെ
നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ പോലും അറിയാതെ വരും. നിങ്ങളുടേതായ മേഖലയിൽ, നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങൾ ചിന്തിക്കുന്ന നിലയ്ക്കൊത്ത വിധം നിങ്ങൾക്ക് സന്തോഷം തരുന്ന പുത്തൻ കാര്യങ്ങൾ നിങ്ങളെ തേടി വരാൻ തുടങ്ങും. നമ്മളത് ചെയ്യാതെ നമ്മളതിനെ തടുത്തു വെച്ചുകൊണ്ടിരുന്നാൽ നമ്മളിലേക്കുള്ള പല അനുഗ്രഹങ്ങളും ബ്ലോക്ക് ആവുകയുള്ളൂ. ഇത് പ്രാർത്ഥിച്ചാൽ പരിഹരിക്കപ്പെടുന്നൊരു കാര്യമല്ല, അനുഗ്രഹിച്ചാൽ മാത്രം ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയാണ്. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, മനസ്സെനിക്ക് പിടിതരുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ മൂഡില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ബൈബിൾ റെഡി ചെയ്യാൻ പറ്റുന്നില്ല, ബൈബിൾ വായിച്ചിട്ടും എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല, വർഷിപ്പിന് പോയിട്ടും എനിക്കൊരു ആഹ്ലാദം ഉണ്ടാകുന്നില്ല, ഞാൻ ചെന്നിടത്തൊക്കെയും എനിക്ക് ഒരു ഡള്ളായ സിറ്റുവേഷനും എക്സ്പീരിയൻസുമാണ് കിട്ടുന്നത്. ഇതിൻ്റെ കാരണം നമുക്കത് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായി നമ്മൾ ചെന്ന സാഹചര്യങ്ങളുടെയോ നമ്മൾ ഉപയോഗിച്ച വസ്തുക്കളുടെ ഒന്നും പ്രശ്നമല്ല. ബേസിക്കലി ഇത് നമ്മളുടെ മാത്രം പ്രോബ്ലമാണ്. നമ്മളിതിനെ ഹീൽ ചെയ്യുമ്പോൾ, നമ്മളിതിനെ ക്ലിയർ ചെയ്യുമ്പോൾ ഈ പ്രശ്നം അവിടം കൊണ്ട് അവസാനിക്കും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അനുഗ്രഹങ്ങൾ നൽകുക, അനുഗ്രഹങ്ങൾ നൽകുക. നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിന്നും സഡനായിട്ട് പുറത്തു വരാൻ കഴിയും. ഏത് ദുർഗന്ധമുള്ളിടത്തും ഒരു സാമ്പ്രാണി കത്തിച്ചു വെക്കുമ്പോൾ അതിൻ്റെതായ മാറ്റം വരില്ലേ? ഇതുപോലെ തന്നെയാണ് ഏറ്റവും മോശമായൊരു സാഹചര്യത്തിൻ്റെ അകത്ത് അനുഗ്രഹത്തിൻ്റെ ഒരു ദീപം തെളിയിക്കുമ്പോൾ, അനുഗ്രഹത്തിൻ്റെ ഒരു പെർഫ്യൂം ഓപ്പൺ ആക്കുമ്പോൾ ആ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുകയാണ്. ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ വളരെ ഓക്കെയാണ്, വളരെ ഫ്രീ ആണ്. സക്സസ് ആകാൻ ദൈവം വിളിച്ചിരിക്കുന്ന, അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ജന്മം തന്നെയാണ് നിങ്ങളുടേത്. മറ്റൊരാൾ ഉയർന്നതുപോലെയല്ല, നിങ്ങളുടെ വഴി വ്യത്യസ്തമാണ്, നിങ്ങളുടെ രീതിയും വളരെ ഡിഫറൻ്റാണ്. നിങ്ങളുടെ ടേസ്റ്റിനൊത്ത വിധം, നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി തന്നെ യേശു നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ ആത്മാവിൻ്റെ കൂട്ടുകാരനായ കർത്താവ് നിങ്ങളോട് എന്തുകൊണ്ട് ഇത്രയും ഹൃദയം തുറന്ന് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വിഷാദാവസ്ഥകളെ അവിടുന്ന് വ്യക്തമായി ഉൾക്കൊള്ളുന്നതിനാലും മനസ്സിലാക്കുന്നതിനാലുമാണ്. ഞാൻ ഈ ദൂതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് വ്യക്തമായി പറഞ്ഞതിനാലാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യം പറയുന്നത്. ഒരുപക്ഷെ മനഃശാസ്ത്രപരമായിട്ടൊക്കെ ഈ കാര്യങ്ങൾ ചിന്തിച്ചാൽ ആ മേഖലയിലുള്ളവർക്ക് ഇതിനെ കൂടുതലായിട്ട് വിശദീകരിക്കാൻ കഴിഞ്ഞേക്കും. ടെക്നിക്കലി അതിൻ്റെ വേർഡുകളൊക്കെ അവർക്ക് അറിയാമായിരിക്കാം. പക്ഷേ ഞാൻ ആ ഒരു മേഖലയിൽ പ്രൊഫഷണലായിട്ടൊരാളല്ല, ഞാനൊരു ദൈവദാസൻ മാത്രമാണ്. പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങളെ നോക്കി നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുന്ന യേശുവിൻ്റെ അരുളപ്പാടിനാലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ കാര്യം പറയുന്നത്. നിങ്ങളുടെ മാറ്റം ദൈവം വളരെ പ്രസാദിക്കുന്നൊരു കാര്യമാണ്. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ തന്നെ നിൻ്റെ മുഖപ്രകാശരക്ഷയും നിൻ്റെ ദൈവവുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവപ്പ, ഹൃദയത്തിനകത്ത് സമാധാനം തുറന്നതിനായും സ്വസ്ഥത പകർന്നതിനായും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകൽ മുഴുവൻ ഈ ജയത്തിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകട്ടെ. എവിടെയോ ഉലഞ്ഞുപോയ മനസ്സിനെ ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, ശക്തി നൽകി, സ്നേഹവും സമാധാനവും പ്രകാശവും നിറച്ച് ഒരു വലിയ അനുഗ്രഹമായി തീരാൻ ഞങ്ങളെ അങ്ങ് ബ്ലെസ് ചെയ്തിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെല്ലാം സങ്കടങ്ങൾ ഉണർത്തുന്ന കാഴ്ചകൾ കണ്ടോ, അതിനെയെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഒരു ശാപമോ ഒരു വെറുപ്പോ ഞങ്ങളിൽ നിന്ന് ആരിലേക്കും പോകാതെ അനുഗ്രഹങ്ങളെ മാത്രം എല്ലായിടത്തേക്കും തുറന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഇപ്പോൾ തല തൊട്ട് തോൾ മുതൽ ഇവരുടെ ആന്തരിക അവയവങ്ങളെ, കാലുകളെ, ഉള്ളങ്കാൽ വരെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പകർച്ച കൊണ്ട് നിറച്ചു പ്രാർത്ഥിക്കുന്നു. ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയുള്ളവരായി സന്തോഷിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മിടുമിടുക്കരായി സന്തുഷ്ടരായി മുന്നോട്ട് പോയിക്കേ. ഒന്ന് എഴുന്നേറ്റേ, ബലപ്പെട്ടെ. കർത്താവ് ഇന്ന് കൂടെയുണ്ട്. നിങ്ങളുടെ വിജയങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്, നിങ്ങളുടെ വഴികൾ നിങ്ങളുടേത് മാത്രമാണ്. വേറെ ഒരാൾക്ക് അതിനെ അനുകരിക്കാൻ പറ്റില്ല. നമുക്ക് മറ്റൊരാളെയും ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യണ്ട. നമുക്ക് നമ്മുടേതായ വഴികൾ തിരഞ്ഞെടുക്കാം. ഇത് വിജയത്തിൻ്റെ ദിവസമാണ്. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് MK ടവറിൽ, ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവറിൻ്റെ 7ാം നിലയിൽ നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആത്മീക ആരാധന നടക്കുന്നു. നിങ്ങൾ വരണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.